എല്ലാവർക്കും നമസ്കാരം. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്താണെന്ന് അറിയണോ? ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല സിനിമാ താരങ്ങൾ അവരുടെ ഫിറ്റ്നസ് റെസിപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡിസീസിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ പല മീഡിയയിലും. അപ്പോൾ അതേപോലെ തന്നെ ഈ അടുത്ത് ഒരു ബോളിവുഡിലെ യുവതാരം അദ്ദേഹത്തിനുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞു. തൈറോയ്ഡ് പ്രശ്നമാണ്. അതായത് പറഞ്ഞു പുള്ളിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളത്. I have something called Hashimoto. It's an extension of having a thyroid issue. അപ്പോൾ എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രക്രിയയാണ് ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ ഓട്ടോ ഇമ്മ്യൂൺ പ്രക്രിയ മൂലം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ ആൻറ്റിബോഡികൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ബാധിക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഗ്രന്ഥി ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ ഡാമേജ് സംഭവിക്കുന്നു. അപ്പോൾ ആ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ടത്ര രീതിക്കുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതാകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അത് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥ. നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന 95% ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരുടെ പ്രശ്നവും ഈ പറയുന്ന ഹാഷിമോട്ടോസ് അഥവാ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസീസാണ്. അപ്പോൾ അതിനെ നമുക്ക് പറഞ്ഞപോലുള്ള ചികിത്സാ ഭാഗത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റുകൾ കഴിച്ച് ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സാ ഭാഗം. ഈ ആൻറ്റിബോഡികൾ ഇല്ലാതാക്കുവാനായിട്ടുള്ള ചികിത്സകൾ ഒന്നും തന്നെ ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചായിട്ട് ഇല്ലാതാണ്. അപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്താണെന്നുള്ളത് അറിയുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.